ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ബിജുസൻ പാസ്റ്റർ കുടുംബം എല്ലാവരെയും ഒരുമിച്ച് എല്ലാവരോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങളുടെ സഭയിലുള്ള പ്രാർത്ഥനയിലും ഈ ദൈവസഭ നിരന്തരമായിട്ട് ഉള്ള സഭയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ സുഖമില്ലാതിരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ പ്രാർത്ഥിക്കുവാനും സഭയായി പ്രാർത്ഥിക്കുവാനും ഇടയായി. അതുമാത്രമല്ല, ഇന്ന് ആരോഗ്യത്തോടെ കർത്താവിൻ്റെ ദാസനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം ധാരാളമായി വീണ്ടും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഏപ്രിൽ 5 നിങ്ങളുടെ യൂത്ത് കണക്റ്റ് ക്യാമ്പിനെ കുറിച്ച് കേൾക്കുവാനിടയായ സമയം മുതൽ ഞങ്ങളുടെ ചേർച്ചിൽ ഒരു ഇൻ്റർസെസറി പ്രെയർ ഉണ്ട്. അത് തേഴ്സ്ഡേ വൈകിട്ടുമുണ്ട്, സൺഡേ മോർണിംഗിലുമുണ്ട്. ഈ പ്രാർത്ഥന അതിനുശേഷം ഒറ്റ പ്രാവശ്യം പോലും മുടങ്ങാതെ എല്ലാ സൺഡേയിലും എല്ലാ തേഴ്സ്ഡേ വൈകിട്ടും ഇവിടെ നടക്കുന്ന യൂത്ത് ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. എനിക്കത് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം നൽകിയൊരു ഭാരവുമാണ് യുവജനങ്ങളെക്കുറിച്ചുള്ളത്. It's not just in UK but back in Bangalore, in India. Youths are going through a biggest crisis. There's a lot of problems facing and nobody there to address. അതിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ആ ശുശ്രൂഷകളുടെ ഭാഗമായി പ്രാർത്ഥനയോടെ നിലകൊള്ളുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്കറിയാം സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഒരു ചെറിയ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങളുടെ സാക്ഷ്യം ഒക്കെ പറയുകയാണെങ്കിൽ ഒരു വളരെ സുദീർഘമായ സാക്ഷ്യമായിരിക്കും. അതുകൊണ്ട് അതിനുള്ള സാവകാശം ഇന്നില്ല, എനിക്കറിയാം. മറ്റൊന്ന്, ഞങ്ങളത് പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങളാരും എഴുന്നേൽക്കുകയില്ല. അതുപോലുള്ള ജീവനുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളായിട്ട് ദൈവം നൽകി. അതിനെ ദൈവം തരുന്ന അവസരത്തിനനുസരിച്ച് പങ്കിടാമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് 3 ആൺകുഞ്ഞുങ്ങളെയാണ് നൽകിയത്. മൂത്ത മകനും കുടുംബവും കർത്താവിൻ്റെ വേലയിൽ കാനഡയിലായിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ 2 പേരും ഇവിടെയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്വീകരിച്ചപ്പോൾ, ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരുപാട് സാക്ഷ്യം അതിനകത്തുള്ളതുകൊണ്ടാണ്, ദൈവസന്നിധി ഞങ്ങൾ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ജസ്റ്റിൻ ഇവിടെയുണ്ട്. ജസ്റ്റിൻ ഇന്ന് ജീവനോടിരിക്കുന്നത് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവനെ ഞങ്ങളുടെ കരങ്ങളിൽ തിരിച്ചേൽപ്പിച്ചതാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് അവനിവിടെ പറഞ്ഞിട്ടുള്ളോ എന്നറിയില്ല. 2 പ്രാവശ്യം മരിച്ചതാണ്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിൽ ദൈവം ഉയർപ്പിച്ച് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും എന്നോട് അവൻ വിളിക്കുന്നുണ്ടെങ്കിൽ പറയും, ഡാഡി ഐ ഫീൽ ഐ മസ്റ്റ് റിസൈൻ ആൻഡ് ഗെറ്റ് ഇൻ ടു മിനിസ്ട്രി. ഞങ്ങൾ ഒരിക്കലും അതിനെതിര് പറഞ്ഞിട്ടില്ല. കർത്താവ് അപ്രകാരം സമയം കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണസമയ ശുശ്രൂഷയിലേക്ക് വരുന്നതിൽ മാതാപിതാക്കളായ ഞങ്ങൾക്ക് സന്തോഷമാണ്. ചിലർ ചിന്തിക്കും സാമ്പത്തികമായ മേഖലകളെയൊക്കെ നോക്കുന്നുണ്ട്. ചിലർ ചിന്തിക്കും അതെങ്ങനെ സാധിക്കുമെന്ന്. ഞങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 1997 അവസാനമാണ് വിട്ട് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ഒരു ദൈവശബ്ദം കേട്ടാണ് വരുന്നത്. ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി മലയാളത്തിൽ വിട്ടുപോരുവീൻ വിട്ടുപോരുവീൻ, അവരുടെ മധ്യത്തിൽ നിന്ന് വിട്ടുപോരുവീൻ എന്ന ആ ദൈവശബ്ദം എൻ്റെ കാതിൽ ഞാൻ കേട്ടു. രാത്രി ഒരു 12 മണിക്കാണ്, ഒരു സെമി സ്ലീപ്പിലാണ്. പെട്ടെന്ന് ചാടി എണീറ്റ് എൻ്റെ ബൈബിൾ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി ഓഫീസിൽ വെച്ചാണ് ഞാൻ നോക്കുന്നുണ്ടെ ഈ വാക്യത്തിലേക്കാണ് എൻ്റെ കണ്ണുകൾ പെട്ടെന്ന് ഞാൻ തുറന്ന വേദഭാഗത്തിൽ തന്നെ കാണുന്നത്. തുറക്കുന്നതെല്ലാം
ദൈവ ആലോചനയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എന്നാൽ അപ്പോൾ ദൈവം അപ്രകാരം സംസാരിച്ച് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചുകൊണ്ട് 1 മാസം പ്രാർത്ഥിച്ച് കർണാടകയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരുവാനിടയായി തീർന്നു. ആ സമയത്ത് ജസ്റ്റിന് 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. We had nobody to support. We didn't know anybody who would help us. We didn't know what we are going to do there in Karnataka. Didn't know the language, didn't know the culture, didn't know what the plan that would be. But trusting on the Lord, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചുവടുകൾ വെച്ചപ്പോൾ ദൈവം ഇന്നുവരെ അത്ഭുതകരമായി നടത്തി. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ജീവനുള്ളൊരു ദൈവത്തിൽ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന, ഇടപെടുന്ന, രൂപാന്തരങ്ങൾ വരുത്തുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു വേദഭാഗം വായിച്ച് മുന്നോട്ട് പോകാം. ഐ വാണ്ട് യു ടു ടേൺ യുവർ ബൈബിൾ ടു എസെക്കിയേൽ ചാപ്റ്റർ 47. എസെക്കിയേലിൻ്റെ പുസ്തകം 47 അധ്യായത്തിലേക്ക് എൻ്റെ പ്രാരംഭ ചില വാക്യങ്ങൾ വായിക്കാം. നമുക്കറിയാം, എസെക്കിയേൽ പ്രവചനത്തിൽ നിന്ന് സാധാരണ കേൾക്കാറുള്ള 2 സന്ദേശങ്ങളാണ്. ഒന്ന് 37 അധ്യായത്തിൽ നിന്ന് ഡ്രൈ ബോൺസ്, രണ്ടാമത്തെ 47 അധ്യായത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതിനല്ലാതെ കൂടുതലൊന്നും ഞാൻ ഇതിൽ നിന്ന് എസെക്കിയേലിൽ നിന്ന് കേട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എസെക്കിയേൽ ഒരു അനുഗ്രഹീത പുരോഹിത കുടുംബത്തിൽ നിന്ന്, an aristocrat family, he came up as a priest. എസെക്കിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്, that's a book of visions. ദർശനങ്ങളുടെ പുസ്തകമാണ്. ആദ്യം തുടങ്ങി അവസാനം വരെ വായിച്ചാൽ ദൈവം കൊടുക്കുന്ന ദർശനങ്ങൾ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവമകന്, ദൈവമകൾക്ക് ദൈവം ദർശനങ്ങളെ നൽകും. ദർശനങ്ങൾ ഇല്ലാതെയാകുമ്പോഴാണ് ദൈവജനത്തിൻ്റെ ആത്മീയത കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈ ദിവസങ്ങളിൽ ആത്മീക കാഴ്ചപ്പാടുകൾ, ആത്മീക ദർശനങ്ങൾ, ദൈവമായുള്ള എൻകൗണ്ടറുകൾ പ്രാപിക്കുവാൻ ദൈവജനം ഒരുക്കമുള്ളവരാകണം. ലോകം ഒരിക്കലും നമ്മുടെ കണ്ണുകളെ കുരുടാക്കരുത്. ആത്മീക കാഴ്ചകളെ കുരുടാക്കുവാൻ പിശാചിനെ, ലോകത്തെ, സ്വയത്തെ അനുവദിക്കരുത്. ആത്മീക കാഴ്ചപ്പാടുകൾ കുരുടായി പോയാൽ, കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ മുന്നോട്ടുള്ള ഗമനങ്ങൾ, ആത്മീക ചലനങ്ങൾ ബുദ്ധിമുട്ടുള്ളതായി മാറും. ദൈവം എസെക്കിയേലിന് ദർശനങ്ങളെ കൊടുക്കാൻ തുടങ്ങുന്നു. ഈ 47 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു ദർശനത്തെയാണ് കാണുന്നത്. 40 അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ ഒരു ടെമ്പിൾ മൗണ്ട്, അല്ലെങ്കിൽ ആലയം ഇരിക്കുന്ന ഒരു വലിയ പർവ്വതം. എസെക്കിയേലിനെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ പിടിച്ചുകൊണ്ട് ഈ ടെമ്പിൾ മൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ആലയം ഇരിക്കുന്ന പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരെങ്കിലും ഒന്ന് വായിക്കുമോ? എസെക്കിയേൽ ചാപ്റ്റർ 47 47 ആദ്യത്തെ ചില വാക്യങ്ങൾ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നു. നേരത്തെ ദൈവത്തിൻ്റെ ദാസനെ, ദൈവത്തിൻ്റെ ദൂതൻ ഈ ആലയത്തെ കാണിച്ചുകൊണ്ടിരുന്നു. ആലയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ that's a tangible presence of God. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി പ്രകാശിക്കുന്ന, ഇറങ്ങി അധിവസിക്കുന്ന, വെളിപ്പെടുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം. ദൈവിക ഇഷ്ടമാണത്. ചേർത്ത് പറയട്ടെ, ഇന്ന് പുതിയ നിയമത്തിൽ, പുതിയ നിയമ സഭയിൽ ദൈവത്തിൻ്റെ ആലയം ദൈവമക്കളാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, മറന്നു പോകരുത്, നാം ദൈവത്തിൻ്റെ ആലയമാണ്.
ദൈവം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നാം. നമ്മുടെ ഉത്തരവാദിത്വം, our identity, who we are, നമ്മൾ ആരാണെന്നുള്ള, നമ്മുടെ സത്വം ആരാണെന്നുള്ള അറിവ് നമ്മളെ ആത്മീയതയിൽ വളർത്തപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടു വന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം പുറപ്പെടുന്നു, അത് കിഴക്കോട്ട് പുറപ്പെടുന്നു. ചാരിത്രികമായി നാം നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദൈവം എസെക്കിയേലിനെ ഒരു ദർശനത്തിൽ ആലയം കാണിക്കുകയാണ്. എന്നാൽ ചാരിത്രികമായി നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ആലയത്തിൻ്റെ കിഴക്കുവശത്തോട്ടുള്ള സ്ഥാനങ്ങൾ ജാതികളുടെ സ്ഥാനങ്ങളാണ്. പടിഞ്ഞാറ് വശം അത് സ്വന്തം ജനവും ഇസ്രയേലും. ഇവിടെ നാം കാണുന്ന ഒരു ചിത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഒരു മനോഹരമായ ചിത്രം, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഒരു ആത്മിക സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഇസ്രയേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാർ അവർ പറയുന്നത് ഞങ്ങളാണ് ദൈവത്തിൻ്റെ സ്വന്തം ജാതി, പടിഞ്ഞാറ് വശത്ത് താമസിക്കുന്ന ഞങ്ങളാണ് ഈ അനുഗ്രഹിക്കപ്പെട്ടവർ, ഞങ്ങളാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം, ഞങ്ങളല്ലാത്ത ജാതികളെല്ലാം അവർ ശാപത്തിൻ്റെ കീഴിലാണ്, അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ അനുഗ്രഹം ഒരിക്കലും ഏറ്റുവാങ്ങുന്നവരല്ല, ഞങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. എന്നാൽ ദൈവം എസെക്കിയേലിനെ കാണിക്കുന്ന ദർശനത്തിൽ ഇവിടെ നമുക്കറിയാം, അവിടെ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്നും ആലയത്തിൻ്റെ വാതിൽ നിന്നും ഒരല്പമായി നമുക്കറിയാം, ചിലപ്പം കേടുവന്ന ഫ്രിഡ്ജിനകത്തുനിന്ന് വെള്ളം പുറത്ത് ട്രിപ്പ് ചെയ്യുന്ന പോലെ, ഒരു കുറേശ്ശെ വിടുന്നത് പോലെ ആലയത്തിൻ്റെ ഉമ്മരപ്പണിയിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളം പുറപ്പെടുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ഏറ്റവും അത്ഭുതകരമായി കാണുന്നത് ഈ ആലയം കിഴക്കോട്ട് തുറന്നിരിക്കുന്നു. ഈ ആലയത്തിൻ്റെ വെള്ളം പോകുന്നത് കിഴക്കോട്ടാണ്. തൻ്റെ ചിന്തയിൽ ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത, തൻ്റെ ചിന്തയിൽ ഒരിക്കലും അത് അംഗീകരിക്കുവാൻ കഴിയാത്ത, ദൈവം എൻ്റേതാണ്, യഹോവയാം ദൈവം എൻ്റേതാണ്, ഞങ്ങളുടേതാണ്, ജാതികളുടേതല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ ഇവിടെ എസെക്കിയേലിനെ കാണിക്കുകയാണ്. ജാതികളായ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ ജീവൻ പുറപ്പെടുന്നു എന്നുള്ളൊരു സത്യം കിഴക്കോട്ട് ശപിക്കപ്പെട്ടവരായ ജാതികളായ ഒരിക്കലും അർഹരല്ലാത്ത ജീവനിലേക്ക് പ്രവേശിപ്പാൻ ഒരിക്കലും അർഹതയില്ലാത്ത ദൈവമക്കളായ നമ്മളിലേക്ക് ആ സുവിശേഷത്തിൻ്റെ ദൈവജീവൻ്റെ ഒഴുക്ക് ആരംഭിക്കുന്നതിൻ്റെ ചിത്രം ദൈവം കാണിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവസഭ ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനെ ദൈവം കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ജീവൻ ഇതാ ജാതികളിലേക്ക് തിരിയുകയാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ യോഗ്യതയുള്ളാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചിത്രമാണ് ദൈവം എസെക്കിയേലിനെ കാണിക്കുന്നത്. ഒരിക്കലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത നമ്മളെ ദൈവം തൻ്റെ സ്നേഹത്താൽ വിളിക്കുന്ന ചിത്രം. വീണ്ടും നമുക്കറിയാം, ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ഒരിക്കലും ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ല. എന്നാൽ ഇവിടെ ഇതാ ആലയത്തിന്റെ മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. ദൈവാലയം, the tangible presence of God is getting open to the Gentiles. ജാതികളിലേക്ക്, നാശം അല്ലെങ്കിൽ ശാപഗ്രസ്തരിലേക്ക്, പാപികളിലേക്ക് ദൈവസ്നേഹം തിരിക്കുന്ന ഒരു മനോഹര ചിത്രമാണ് എസെക്കിയേൽ 47 നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അടുത്തത്, ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. യാഗപീഠത്തിന്റെ തെക്കുവശമായി ഒഴുകുകയാണ്. ഇതെന്താ കാണിക്കുന്നത്? ആലയത്തിന്റെ വടക്ക് വശത്തൂടാണ് ആലയത്തിലേക്കുള്ള എൻട്രൻസ്.
എൻട്രൻസ് വടക്ക് വശത്തൂടെ ജനങ്ങൾ കടന്നു വന്നതിന് ശേഷം തെക്ക് വശത്തുള്ള എക്സിറ്റിൽ കൂടിയാണ് പുറത്തേക്ക് പോകേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന വലിയൊരു സത്യം, ആലയത്തിലേക്ക് ആരാധനയ്ക്ക് കടന്നു വരുന്ന ദൈവജനം കടന്നു വന്ന് അവർ ആരാധന കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ അവരുടെ കൂടെ ഒഴുകുന്ന ഒരു ജീവജല നദി. ദൈവമക്കളെ, ഇന്നു പകൽക്കാലം ആരാധന കഴിഞ്ഞ് നാം ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ചിത്രം നമ്മളെ ഈ ചിത്രം നമ്മളെ കാണിക്കുന്നത്, ആരാധന കഴിഞ്ഞ് ഇന്ന് നാം ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ആരാധന കഴിഞ്ഞ് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവിനെ ഇവിടെ നിർത്തിയതിന് ശേഷം പോവുകയല്ല. ഇന്നു പകൽക്കാലം ആരാധന കഴിഞ്ഞ് നാം ഭവനങ്ങളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മോട് കൂടെ കടന്നു വരുവാൻ, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് നമ്മോടുകൂടെ ഒഴുകി വരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജീവൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, നമ്മോടുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നാം ഒന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്നെങ്കിൽ, ആരാധന കഴിഞ്ഞ് ഇവിടെ നല്ല മനോഹരമായിട്ട് ആരാധിച്ചു, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും പാടി പുകഴ്ത്തി, അന്യഭാഷയിൽ നാം സംസാരിച്ചു, അതിനുശേഷം പുറത്തോട്ടിറങ്ങി നാം ചിരിയും കളിയും അല്ലെങ്കിൽ ലോകവുമായി ഇഴുകിച്ചേർന്ന് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് ഇഴുകിച്ചേർന്നുകൊണ്ട്, ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട്, ദൈവ സമാധാനം ഏറ്റുവാങ്ങിക്കൊണ്ട്, ദൈവത്തിൻ്റെ അധികാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവാധികാരം ചെലുത്തത്തക്കവണ്ണം ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. യാഗപീഠത്തിൻ്റെ തെക്കുവശമായി ഈ വെള്ളം ഒഴുകുകയാണ്. ഈ വെള്ളം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുന്നോട്ട് വായിച്ചാട്ടെ. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്തു ഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. വെള്ളം വലതു ഭാഗത്തുകൂടി, വടക്കിന് വലതു ഭാഗം കിഴക്കാണ്. ഈ വെള്ളം കിഴക്കോട്ട് ഒഴുകുകയാണ്, ജാതികളിലേക്ക് ഒഴുകുകയാണ്, ശാപഗ്രസ്തരിലേക്ക് ഒഴുകുകയാണ്, ദൈവമില്ലാത്തവരിലേക്ക് ഒഴുകുകയാണ്. കാരണം ഈ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം ജീവനറ്റവ അവിടെ ജീവൻ പ്രാപിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളത്തിൻ്റെ ശക്തി മനുഷ്യശക്തിയുടെ ആവശ്യമില്ല. ഈ വെള്ളത്തിന് മറ്റൊരു സഹായവും ആവശ്യമില്ല. ഈ വെള്ളം എവിടെ ഒഴുകുന്നുവോ അവിടെ എല്ലാം നിർജീവമായവ, ബലഹീനമായവ, മരിച്ചവ ജീവൻ പ്രാപിക്കുക മാത്രമല്ല, അവിടെ എല്ലാം വലിയ ഫലവത്തായ അനുഭവങ്ങളിലേക്ക് നടത്തപ്പെടുവാൻ പോകുകയാണ്. അടുത്തത് വായിച്ചാട്ട്. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി വീണ്ടും കിഴക്കോട്ട് നടക്കുകയാണ്. സ്വന്തം ജനമായ യഹൂദ വംശത്തെ വിട്ടുകൊണ്ട്, യഹൂദ ജനതയെ വിട്ടുകൊണ്ട് ജാതികളിലേക്ക് ഈ മനുഷ്യൻ ഇറങ്ങുകയാണ്. അവിടെ ഇറങ്ങുമ്പോൾ ചെറിയൊരു ആരംഭം, ചെറിയ ട്രിപ്പിംഗ് ഓഫ് വാട്ടർ, ചെറിയൊരു വെള്ളത്തിൻ്റെ കണിക ആരംഭിച്ചതാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കൂടെ എസെക്കിയേലിനെയും കൊണ്ടുപോയി. വായിച്ചാട്ട്. 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. 1000 മുഴം ആദ്യം അളന്നു. എസെക്കിയേലും ദൂതനുമായി മുൻപോട്ട് നടകൊള്ളുമ്പോൾ ഒരു വലിയ അളവുകോൽ കൊണ്ട് 1000 മുഴം അളന്നു കഴിഞ്ഞപ്പോൾ എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയോളമായി അവൻ അല്ലെങ്കിൽ ദ ഫീറ്റ് ലെവലിലേക്ക് വന്നു. ഈ വെള്ളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നതാകൊണ്ട് ഈ വെള്ളം വർദ്ധിക്കുന്നുണ്ട്. ദൈവം ആരംഭിക്കുന്ന ഒന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കും.
ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പണി ആരംഭിച്ചാൽ ആ പണി അവസാനിക്കുകയില്ല, ആ പണി കെട്ടുപോകുകയില്ല, ആ പണി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്നു പകൽക്കാലം ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കുന്നത്, ലെറ്റ് ദ വർക്ക് ഓഫ് ഗോഡ് ബിഗിൻ ഇൻ അവർ ലൈഫ്. അലൗ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജെന്റിലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ജെന്റിലാണ് കേട്ടോ. നമുക്കറിയാം കള്ളന്മാരെങ്ങനെയാ, അടച്ചിട്ടാൽ പോലും തള്ളി തുറന്നു വരും. എന്നാൽ കർത്താവ് എങ്ങനെയാ, ഞാൻ വാതിൽക്കൽ നിന്ന്. ദൈവം സ്നേഹിക്കുന്ന ദൈവം മാത്രമല്ല, അവൻ നമ്മെ ബഹുമാനിക്കുന്ന ദൈവമാണ്. നമ്മുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ഇടപാടുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ he wouldn't come and he wouldn't just push open. No. God gently asks you to open your heart, open your life. നിനക്ക് ക്രമീകരിക്കാൻ വയ്യാതെ, നിനക്ക് പരിഹരിപ്പാൻ വയ്യാതെ, ജീവിതത്തിൽ അസ്വസ്ഥതയോടെ നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ യു കനോട്ട് ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. പാസ്റ്ററോട് പറയാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ പറയാൻ പറ്റുന്നില്ല, സ്നേഹിതരോട് പറയാൻ പറ്റുന്നില്ല. ബട്ട് യു നോ യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ഇറ്റ്. ഇന്നു പകൽക്കാലം ദൈവത്തോട് പറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശക്തനാണ്. എന്നാൽ ദൈവസന്നിധിയിൽ വ്യക്തിപരമായി ഹൃദയങ്ങളെ തുറക്കണമെന്ന് ദൈവാത്മാവ് വ്യക്തമായിട്ട് ആത്മീയ ആലോചന ചില ഹൃദയങ്ങളോട് പറയുന്നു. I'm going to close here. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് വ്യക്തിപരമായി God is gentle and is gently waiting. Would you open? Would you allow God to come and work within, work inside? നിനക്കാരോടും പറയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്നു പകൽക്കാലം നിൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അറിഞ്ഞുകൊണ്ട്, നിൻ്റെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട്, ജീവിതത്തിൽ തകർന്നുപോയ അനുഭവങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി കാഴ്ച നിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവം നിന്നോട് ആഗ്രഹിക്കുകയാണ്, സൺ, ഡോട്ടർ, വുഡ് യു ഓപ്പൺ? വുഡ് യു ഇൻവൈറ്റ് മീ ടു ഗെറ്റ് ഇൻവോൾവ്? ദൈവം ആരംഭിക്കുന്നതിനെ അഭിവൃദ്ധിയിലേക്ക് നടത്തുവാൻ, ക്രമീകരണങ്ങളിലേക്ക് നടത്തുവാൻ, പണിയേണ്ടതുപോലെ പണിയുവാൻ, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുകയാണ്. The initiation should come from you. Praise the Lord. മുമ്പോട്ട് പോകാം. വെള്ളം നരിയാണിയോളമായി അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കിടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും 1000 മുഴം അളന്നു. ദൈവം അളക്കുന്ന ദൈവമാണ്. ദൈവം അളന്ന് തരുന്ന ദൈവവുമാണ്. അർത്ഥങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം ജീവിതങ്ങളെ അളക്കുന്ന ദൈവമാണ്. ദൈവം നിനക്ക് അളന്നു തരുന്ന ദൈവവുമാണ്. പ്രൈസ് ദ ലോർഡ്. അവൻ വിശ്വസ്ത കർത്താവാണ്. അവൻ അവിശ്വസ്തനല്ല. മറ്റാരും കണ്ടില്ലെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ നിലവുകളെ, നിന്റെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങളെ, നിന്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ, ഇടിഞ്ഞിരിക്കുന്ന നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ കണ്ടുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി അളന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിർത്തുകയാണ് അവിടെ. ഇതൊരു അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദി. ദൈവപൈതലേ, ആരംഭം ചെറുതാണ്, ആരംഭം അല്പമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് നീ എന്നും എത്തപ്പെട്ടിട്ടില്ലല്ലോ ദൈവമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ തുഴഞ്ഞു മടുത്തു, ജീവിതത്തിൽ എങ്ങും എത്തപ്പെടുവാൻ ഇടയായിട്ടില്ലെന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ ഹൃദയത്തോട് പറയുകയാണ്, നിന്നെ വർദ്ധിപ്പിക്കുന്നത്, സമാനതകളില്ലാതെ വർദ്ധിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആത്മീയ അനുഭവങ്ങൾ ഒന്ന് വർദ്ധിക്കട്ടെ. നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ കഴിയാത്ത അനുഭവങ്ങളിലേക്ക് കർത്താവ് നടത്തട്ടെ. അതിനുശേഷം അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുവോ? God wants us to see something.
ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. ആത്മീയ ജീവിതത്തെ ഒന്ന് അളക്കണം കേട്ടോ. ദൈവം ചോദിക്കുക, മനുഷ്യപുത്ര, എസെക്കിയേൽ, ഡിഡ് യു സീ ദിസ്? ഗോഡ് ഈസ് ആസ്കിങ് സംബഡി, ഹാവ് യു ബീൻ മൈൻഡ്ഫുൾ ഓഫ് മൈ വർക്ക്? നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ കൊണ്ടുവന്ന വഴികളെ ഓർത്തിട്ട് ഗോഡ് ഈസ് ആസ്കിങ്, ഹാവ് യു സീൻ ദിസ്? ഞാനതവിടെ നിർത്തുക, ഒരു ദൂതുണ്ടെങ്കിൽ നിർത്തുക. മുന്നോട്ട് പോകുമ്പോൾ വായിച്ചാട്ട്, അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെ അക്കരെ അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലേക്ക് പുറപ്പെട്ട് അരാബിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം വീഴുന്നിടത്തെല്ലാം, ഈ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം അവിടെ ചില അത്ഭുതങ്ങൾ നടക്കും. ഞാനിവിടെ നിർത്താം. ഇന്ന് പകൽക്കാലം വുഡ് യു പ്രേ, കർത്താവേ, ഈ വെള്ളം എന്നിലേക്കൊന്ന് ഒഴുകണം. കർത്താവേ, എന്നിലേക്കൊന്ന് ഒഴുകണം. ജീവനില്ലാത്ത അനുഭവങ്ങൾ, മൃതപ്രായമായ അനുഭവങ്ങൾ, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത അനുഭവങ്ങൾ, നാശോന്മുഖമായ അനുഭവങ്ങൾ, മരിച്ചിരിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് ഈ വെള്ളം ഒഴുകിയാൽ ഈ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന ജീവികൾ ഉണ്ടാകും. ഈ വെള്ളത്തിൻ്റെ ഇരുകരകളിലും ഫലവൃക്ഷങ്ങൾ സമൃദ്ധമാകുവാൻ പോകുകയാണ്. അവിടെ വല വീശുന്നവർ വലിയ മീൻകൂട്ടങ്ങളെ, പെരുത്ത കൂട്ടങ്ങളെ പിടിക്കും. ഈ ദിവസങ്ങളിൽ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് സുവിശേഷമെന്ന ഈ ജീവജലം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്ന ദേശത്തിന് ഇത് വിടുതലാകുവാൻ ശക്തമാണ്. അടുത്ത വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ നിർത്താം, സമയം കഴിഞ്ഞല്ലോ. എന്നാൽ പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വെള്ളം തന്നെ ഒഴുകി കുറച്ച് കഴിയുമ്പോൾ ചേറ്റുകുളങ്ങളാകുന്നുണ്ട്. അല്ലേ? ചേറ്റുകുളങ്ങൾ, അതെന്താ അതിനർത്ഥം? കഴിഞ്ഞ കാലങ്ങളിൽ ഒഴുകിയതാ, ഇപ്പോൾ ഒഴുക്ക് നിന്നു. അത് പടുനിലമായി, ഉപ്പുനിലമായി. ന്യായവിധി, ഉപ്പുനിലം ന്യായവിധിയാണ്. ഞാൻ അതുകൂടെ പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ അത് ശരിയാവില്ല. ഒരു കാലത്ത് ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ചതിന് ശേഷം അതിനെ നഷ്ടമാക്കി ഗൗനിക്കാതെ പോയാൽ, ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ അതിന് കാത് കൊടുക്കാതെ പോയാൽ, വേദനയോടെ ദൈവാത്മാവ് പറയുന്നു, അത് ചാവ് പഠനയാകുകയാണ്. പ്ലേസ് ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇന്ന് പകൽക്കാലം ജഡ്ജ്മെൻ്റായി മാറാതെ ഒരാത്മിക ഉണർവിലേക്ക് പോകുവാൻ ദൈവപരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം തന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി